കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സോസേജ് റോളാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിന് ചെയ്യുന്നത് ജസ്റ്റ് സോസേജ് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റായിട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിനി അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കണേ. അപ്പോൾ സോസേജ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിനായിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബ്രെഡിന്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളയത്തില്ല, നമുക്കത് ക്രംസ് ആക്കി എടുക്കാം. വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. 4 സോസേജ് റോളിന് ഞാൻ 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിതിന്റെ സൈഡ് കട്ട് ചെയ്തെടുക്കാം. നാല് ബ്രെഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മുഴുവൻ ആവശ്യമില്ല, കുറച്ച് മതി. കുറച്ച് നമുക്കെടുത്ത് പൊടിച്ചെടുക്കാം. എനിക്കിപ്പോൾ 4 എണ്ണ ഉണ്ടാക്കാനുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ കൂടുതൽ സോസേജ് ഉണ്ടാക്കുവാണെങ്കിൽ ആ ബ്രെഡ് എടുക്കുന്നതിൻ്റെ അത്രയും വേണമെങ്കിൽ പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പൊടിക്കാം. ഇതേപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പം നമുക്ക് മുട്ട എടുത്തിട്ട് പൊട്ടിച്ച് പൊടിക്കാം. കുറച്ച് പാല് മിക്സ് ചെയ്യാനായിട്ട് ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർക്കുവാണേ. എരി ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. എനിക്ക് ഇവിടെ കിച്ചണിൽ എരി ഇഷ്ടമല്ല, ഒന്ന് കുറച്ച് ചേർക്കുന്നത് കേട്ടോ. കുറച്ച് പെപ്പർ പൗഡർ ചേർത്തു. ഇനി നമ്മൾ റിച്ച് സോൾട്ട് നമുക്ക് ചേർക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ബ്രെഡ് ആദ്യം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തിക്കോലില്ലേ അത് വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. നന്നായിട്ട് പരത്തി കൊടുക്കുമ്പോഴത്തേനും നല്ല ഫ്ലാറ്റ് ആയിട്ട് കിട്ടും. കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് നമുക്ക് മയണൈസോ ഗാർലിക് സോസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ചേർക്കുന്നത് ഗാർലിക് സോസ് ആണ്. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. ചീസ് ഇഷ്ടത്തെ എല്ലാത്തോരും ചേർക്കണ്ട, ഞാൻ ഒത്തിരി ചേർക്കുന്നില്ല. കിച്ചണിന്റെ ചീസിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചീസ് അധികം ചേർക്കുന്നില്ല, കുറച്ച് ചീസ് ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പതിയെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കാം. അപ്പൊ എല്ലാം ഞാൻ ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. സോസേജ് നമുക്ക് ആദ്യം എഗ്ഗില് നല്ലപോലെ ഇങ്ങനെ മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കാം. ഓക്കെ, ഇങ്ങനെ മുക്കിയെടുക്കാം. ഓയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. 4 സോസേജും ഞാൻ അതേപോലെ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയ്ക്കാണ്. ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാതെ മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് സോസേജ് റോൾ റെഡി ആയിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്തിട്ട് കമന്റ് ഇടണേ. കമന്റ് ഇടാൻ മറക്കല്ലേ.